വെറുതെ അല്ല LDC പരീക്ഷകളെ സാധാരണക്കാരൻ്റെ IAS എന്നൊക്കെ വിളിക്കുന്നത്. നല്ല പ്രായത്തിൽ നിങ്ങൾ പരീക്ഷയൊക്കെ പാസ്സായി കയറി സർവീസ് കിട്ടുകയാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടുള്ള വ്യക്തികളെ എനിക്കറിയാം, RDO ആവാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള പ്രൊമോഷൻ സ്കോപ്പ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഇത് കേട്ടോ. പക്ഷേ നല്ലതായിട്ട് അധ്വാനിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക്. സോ സാധാരണക്കാരൻ്റെ IASലേക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം. 2027 പരീക്ഷ വരുന്നുണ്ടല്ലോ. 2024 പരീക്ഷയിൽ നമ്മൾ ആവർത്തിച്ച ആ ഒരു വിജയം ഈ വർഷവും നമ്മൾ ആവർത്തിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എത്രത്തോളം തന്ത്രപരമായി മൂവ് ചെയ്യണം, അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ടാക്ടിക്സ് എന്താണ്, ടെക്നിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഏതൊക്കെ ഏരിയയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അല്ലാത്തവർ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക. ഡെയിലി അവിടെ ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കട്ടയ്ക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പണിയെടുക്കണം, സത്യമാണ്, ഇറ്റ്സ് ട്രൂ. പക്ഷെ ഒരു ശരാശരി മനുഷ്യനേക്കാളും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശരാശരി കഴുത. ഈ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ജീവിത സാഹചര്യം ഉള്ളത്? മനുഷ്യന്മാർക്കല്ലേ. ബിക്കോസ് കഴുതയ്ക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റി മനുഷ്യനെ ദൈവം തന്നിട്ടുണ്ട്. എന്താണത്? ചിന്തിക്കാനുള്ള കഴിവ്, സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ്. അതാണ് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്ത് അടിപൊളിയായി, എന്താ പറയാ, കണ്ടാൽ കട്ടി എന്ന് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ പോലും സ്മാർട്ട് വർക്കിൽ കൂടെ എങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്താം, ചോദ്യങ്ങൾ ശാസ്ത്രീയമായി എങ്ങനെ അനലൈസ് ചെയ്യണം, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ വിജയത്തിന്റെ ഫോർമുല ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക, അല്ലെ? ആ ഫോർമുല നിങ്ങൾ ആരും മറക്കരുത്. ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക, ആഴത്തിൽ പഠിക്കുക, അതിലൂടെ കറക്കി കുത്തുക, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഒന്നാമത്തെ ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഖാദി ബോർഡിന് ചോദിച്ചൊരു ചോദ്യമാണ്, അല്ലെ? വലിയൊരു ചോദ്യമാണ്, കണ്ടാൽ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നൊരു ചോദ്യമാണ്. നമുക്കിത് തന്ത്രപരമായി ഒന്ന് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കിയാലോ? എന്റെ കൂടെ നിന്നേ. ഇതൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. കണ്ടാൽ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം ഈസിയാണ്. ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇത്രയായിട്ട് ഇതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു കാര്യം എല്ലാവർക്കും അറിയാം, എന്തായാലും ഇന്ത്യൻ പോസ്റ്റ് ഒന്നും സംസ്ഥാന സർക്കാരിന് അണ്ടറുള്ള സാധനമല്ല, സംസ്ഥാന സർവീസ് അല്ല. അപ്പൊ D നമ്മൾ എലിമിനേറ്റ് ചെയ്തു, ഇത് പോയി. ഞാൻ ചോദിച്ചോട്ടെ, ബാക്കിയുള്ള എല്ലാത്തിലും സംസ്ഥാന സർവീസിൽ വിൽപ്പന നികുതി, വിൽപ്പന നികുതി, വിൽപ്പന നികുതി. അപ്പൊ അതിനെപ്പറ്റി ഇനി ആലോചിച്ച് ബേജാറാവണ്ട. ഇനി അടുത്ത ചോദ്യം അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ്. അഖിലേന്ത്യാ സർവീസ്, ആ വാക്ക് നിങ്ങളൊന്ന് പിരിച്ചെഴുതിക്കേ. ഇന്ത്യ മുഴുവനുള്ള സർവീസ്, അല്ലെ? കേന്ദ്ര സർവീസ് മീൻസ് കേന്ദ്രത്തിന് മാത്രമുള്ള സർവീസ്. ഞാൻ എങ്ങനെയാണ് സ്മാർട്ടാണ് ചിന്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതിന്റെ കണ്ടന്റ് നിങ്ങൾ മാറ്റി വെച്ചിട്ട് കോമൺ സെൻസ് മാത്രം ഉപയോഗിക്കാം. അഖിലേന്ത്യ മീൻസ് ഇന്ത്യ മുഴുവൻ പരന്ന് പന്തലിച്ചിടങ്ങുന്ന സംഭവം, അല്ലെ? കേന്ദ്രം മീൻസ് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളതാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയുന്ന രീതി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്റെ ചോദ്യം, ഇന്ത്യൻ ഫോറസ്റ്റ്, ഇന്ത്യൻ പോലീസ്. ഫോറസ്റ്റും പോലീസും ഒക്കെ കേന്ദ്രത്തിലും ഉണ്ട്, സ്റ്റേറ്റിലും ഉണ്ടല്ലേ? നമുക്ക് പോലീസ് സേന കേരളത്തിലും ഉണ്ട്, പോലീസ് സേന IPS കേന്ദ്രത്തിലുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഫോറസ്റ്റ് നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ആഭ്യന്തരമന്ത്രിയുണ്ട്, കേന്ദ്രത്തിലും ആഭ്യന്തരമന്ത്രിയുണ്ട്. അപ്പൊ പോലീസ് രണ്ടിടത്തുണ്ട്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കും വനമന്ത്രിയുണ്ട്, കേന്ദ്രത്തിലും വനമന്ത്രിയുണ്ട്, അല്ലെ? അപ്പം കുഴപ്പമില്ല, അത് പിന്നെ ലോജിക്കലാണ്. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ തപാൽ, എന്തായാലും കേരളത്തിന് തപാൽ മന്ത്രിയൊന്നും ഇല്ലല്ലോ, പോസ്റ്റ് സർവീസ് മന്ത്രിയൊന്നും ഇല്ലല്ലോ, കേന്ദ്രത്തിനുണ്ടല്ലോ. കേരളത്തിന് റെയിൽവേ മന്ത്രിയൊന്നും ഇല്ല, കേന്ദ്രത്തിന് റെയിൽവേ മന്ത്രിയുണ്ട്, അല്ലെ? ലോജിക്കലാണ്. അപ്പം അഖിലേന്ത്യ, കേന്ദ്രത്തിന് മാത്രമായിട്ടുള്ള രണ്ട് സാധനം ഇതാണെന്നുള്ള സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കിയേ, അഖിലേന്ത്യാ സർവീസ്, അല്ലെ? ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. ഒരു കല്ലുകടി, മറ്റേതൊരു കമ്പാരിറ്റീവ് കല്ലുകടി ഉണ്ട്. അടുത്ത് നോക്കിയേ, അഖിലേന്ത്യാ സർവീസ്, റെയിൽവേ, ഇന്ത്യൻ തപാൽ സർവീസ്, കേന്ദ്ര സർവീസ്, ഫോറസ്റ്റ്, ഇന്ത്യൻ റിസർവ് സർവീസ്. ഈ കൂട്ടത്തിൽ നമ്മുടെ തലച്ചോറിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ അല്ലേ? അപ്പൊ ഒരു ഉത്തരം ഓപ്ഷൻ എ ആണ്. നമ്മൾ എക്സാം ഹോൾ ഒരുപക്ഷെ, ഇതൊക്കെ നമ്മുടെ SCERT ഫാക്ടുകളാണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നതാണ്. എന്നാലും എക്സാം ഹോളിൽ ആ 1.5 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ എന്തെല്ലാം പഠിക്കും, എന്തെല്ലാം മറക്കും. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കയ്യിലെ ആയുധങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഈ എക്സാമിന് ഈ ചോദ്യം ഇട്ട ചോദ്യകർത്താവിന്റെ ഉദ്ദേശം അതാ, ചോദ്യം കാണിച്ച് നിങ്ങളൊന്ന് പേടിപ്പിക്കുക, കോമൺ സെൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക. അതാണ് PSC ഇപ്പൊ നോക്കുന്നതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം കോമൺ സെൻസ് യൂസ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചുകൾ ഞങ്ങൾ ഇത്തരത്തിലാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിലബസിലെ ഓരോ കീവേഡ്സും അരച്ച് കലക്കി പഠിപ്പിക്കും. ഞങ്ങളുടെ ക്ലാസ്സിന് അൺലിമിറ്റഡ് വാലിഡിറ്റിയാണ്. ഇനി ഈ പരീക്ഷ എന്നാണോ വരാൻ പോകുന്നത്, അടുത്ത LDC പരീക്ഷ എന്നാണോ വരാൻ പോകുന്നത്, അതുവരെ നിങ്ങൾക്ക് തീവ്രമായ കോച്ചിങ് ലഭിക്കുന്നതാണ്.
പ്ലാറ്റിനം ബാച്ചാണ് അത്. ഒരു വർഷം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡ് ബാച്ച് വേറെ ഉണ്ട് കേട്ടോ. സോ ഈ ഒരു ബാച്ച് ഞങ്ങൾ ഇതുപോലെ സ്മാർട്ട് വർക്കുകൾ ഞാൻ നേരിട്ട് തന്നെ അത് തീവ്രമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പരിശീലനം തരും. അതിനോടൊപ്പം ഓരോ ടോപ്പിക്കിലെയും ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. എത്രത്തോളം ആഴത്തിൽ പഠിപ്പിക്കുന്നു ഞാൻ തൊട്ട് താഴെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ ചോദ്യത്തിനെ അനലൈസ് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്, ശാസ്ത്രീയമായിട്ട് എങ്ങനെ വായിക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കും, ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കും, അടുത്ത ഓപ്ഷനിലേക്ക് പോകും. അല്ലേ? അങ്ങനല്ല. നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. പിന്നെ നിങ്ങൾ പോകേണ്ടത് ഓപ്ഷൻസിലേക്ക് ആയിരിക്കണം. അതിന്റെ മാജിക് ഞാനിപ്പം കാണിച്ചു തരാം. വട്ടമിട്ട് വയ്ക്കുക, ശരിയായ വസ്തുതകൾ വട്ടമിട്ട് വയ്ക്കുക. ഈ കൂട്ടത്തിലെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദ്യം അല്ലെ. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു 1917 ചമ്പാരനിലെ സത്യാഗ്രഹം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫാക്ടുകളിൽ ഒന്നാണ്, നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു ഫാക്ടുകളിൽ ഒന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യണം. ബി എലിമിനേറ്റ് ചെയ്യുക, ഡി എലിമിനേറ്റ് ചെയ്യുക. കാര്യം ഇതിനകത്ത് രണ്ടിൽ എ ഉണ്ട് അല്ലെ. ഇനി അടുത്ത ചോദ്യം, പിന്നെ അതിന് രണ്ടുള്ള സിയും ഡിയും മാത്രമേ ഉള്ളൂ. ബി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട അറിയില്ല. കാര്യം ബി തെറ്റാന്ന് ഇപ്പൊ 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? ഈ രണ്ട് ഓപ്ഷനിൽ ബി ഇല്ല. അപ്പൊ നിങ്ങൾ ബി വായിച്ച് സമയം കളയരുത്, അപ്പോഴേക്കും വെട്ടിക്കളയാം. അപ്പൊ നിങ്ങൾ എത്ര സമയം ഇവിടെ ലാഭിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അത് സി ആണോ ഡി ആണോ ശരി എന്നുള്ളത് മാത്രമാണ് ചോദ്യം. സി, ഹരിജൻ ഉത്ഥാനത്തിനായി ഹരിജൻ സേവക് സംഘ് എന്നൊരു സംഘടന ഗാന്ധിജി രൂപം നൽകി അല്ലേ. ഹരിജൻ സംഘടന ഗാന്ധിജി ഉണ്ടാക്കിയിട്ടുണ്ട്, ജ്യോതിറാവ് ഫൂലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അംബേദ്കർ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാർ ഹരിജൻ സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണല്ലോ, ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജിയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനത്തിൽ പ്രേരിപ്പിച്ചത്. ഇതും എല്ലാവർക്കും അറിയാവുന്ന ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫാക്ടുകൾ ഒന്നാണ് അല്ലെ. ഏത് ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലേ. അപ്പൊ ഡി തെറ്റാണ്. അപ്പോൾ ഇതിന് ഉത്തരം എയും സിയും ആണ്. എ എന്നൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ശാസ്ത്രീയമായി ടെക്നിക്കലായി ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കണമെന്ന് മനസ്സിലായില്ല. ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. ഓപ്ഷനിലേക്ക് പോയിട്ട് വേണം സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചു വരാൻ. അങ്ങനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. ഈ രീതി നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്തോണ്ടല്ലോ ഇഷ്ടംപോലെ ടൈം നമുക്ക് GK ഏരിയയിൽ ലാഭിക്കാൻ പറ്റും. പിന്നെ ഈ ആ ലാഭിക്കുന്ന സമയം നമുക്ക് മാത്തമാറ്റിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. കണക്കാണ് സമയം കളയുന്ന മേഖല. ഈ സമയമൊക്കെ നിങ്ങൾ ഓരോ സെക്കൻഡും കണക്കിന് വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, ഇനിയാണ് നമുക്ക് ആഴത്തിലുള്ള പഠനത്തിന്റെ കേസ്. ഇനി കറക്കി കുത്തിയാൽ ഒരുപക്ഷെ നമുക്കൊരു 10-25 മാർക്ക് എക്സ്ട്രാ കിട്ടും. ഒരു മാർക്കിന്റെ പേരിൽ റാങ്ക് നന്നായിട്ട് മാറും, എന്നാൽ പോലും അത്ര എക്സ്ട്രാ കിട്ടും. പക്ഷേ നന്നായിട്ട് ആഴത്തിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ 8 നിലയെ പൊട്ടും. കറക്കി കുത്തിയാൽ മാത്രം ജയിക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പൊ എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു UPSC ലെവൽ ഹാർഡ് വർക്ക് നിങ്ങൾ നടത്തണം. UPSC പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് ആ ലെവലിൽ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഹാർഡ് വർക്കിന്റെ ലെവലാണ് ഞാൻ പറയുന്നത്. ശരാശരി ഒരു സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥി എത്രത്തോളം കഷ്ടപ്പെടും അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടണം. കാര്യം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ജോലി എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണമാണ്. നന്നായി അധ്വാനിച്ച് പരീക്ഷ പാസ്സായി വരുന്നവൻ അല്ലെങ്കിൽ വരുന്നവൾക്ക് മാത്രമേ ജനങ്ങളെ ഭരിക്കാനുള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ UPSC നിലവാരം എന്നൊരു ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം അല്ലെ അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. ഈ മന്ത്രിമാർക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ചോദ്യമൊക്കെ PSC ഫസ്റ്റ് ചോദിക്കുന്നത് അടുത്ത കാലത്താണ്. പക്ഷെ ഇതിനേക്കാൾ മുമ്പ്, എത്രയോ മുമ്പ് ഇതൊക്കെ നമ്മുടെ സിവിൽ സർവീസസ് പ്രിലിംസിൽ വന്നിട്ടുള്ളതെന്നറിയോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് അതാ, സിവിൽ സർവീസ് പ്രിലിംസിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സിലബസിനകത്തുള്ള ചോദ്യങ്ങൾ അത് മാത്രം വർക്ക്ഔട്ട് ചെയ്യാം. ഞങ്ങൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ബാച്ചിനകത്തൊക്കെ ഇത് ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ് നോട്ട്സ് ആണ്, കൃത്യമായിട്ട് ഇതൊക്കെ വിശദീകരിച്ചുള്ള ക്ലാസ് നോട്ട്സ് ആണ്. ഇത് UPSC മെറ്റീരിയൽസ് വെച്ച് റെഫർ ചെയ്ത് റിസർച്ച് നടത്തി PSCക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഇത്ര അടിപൊളി റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ വളരെ ചെറിയൊരു ബാച്ച് ആയത്, എന്നിട്ട് ഒരു 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ആ ബാച്ചിൽ നിന്ന് റാങ്ക് നേടി പോയിട്ടുള്ളത്. നമുക്ക് അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങൾ, പരസ്യങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിഞ്ഞു വരുന്നവർ മാത്രം നമ്മുടെ ബാച്ചിന് അംഗമാവുക. പക്ഷെ അങ്ങനെ വരുന്നവർക്ക് റിസൾട്ട് നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നേടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു UPSC ലെവൽ പഠനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ബാച്ചിന്റെ ഭാഗമാവുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ക്യാപ്സൂൾ പോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തരുന്നതാണ്. ഇതാണ് മറ്റൊരു PSC ചോദ്യം, 10th ലെവലിൽ ചോദിച്ചതാണ്. ഈ ചോദ്യമൊക്കെ 2005 UPSC ചോദിച്ചതാണ്. ഇതിൽ കൂടുതൽ തെളിവൊന്നും നമുക്ക് പ്രസന്റ് ചെയ്യാനില്ല. നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, എന്നാൽ ഒരു പൊടിക്കും കൂടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിഭീകരമായിട്ടുള്ള മാറ്റം മാർക്ക് വരുത്താൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു 99% കഷ്ടപ്പെടുന്നു, ഒരു 1% എക്സ്ട്രാ കഷ്ടപ്പെട്ടാൽ മതി, ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ആ 1% എക്സ്ട്രാ എഫേർട്ട് ഇടുമ്പോൾ ഉള്ള റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതുവരെയുള്ള റിസൾട്ടിനെ 10 ഇരട്ടി ആയിരിക്കും. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യാനുള്ള മെന്റാലിറ്റിയിൽ തന്നെ പഠിച്ച് തുടങ്ങുക. അപ്പൊ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്. ബാച്ചിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. ഡെമോ ക്ലാസ് സഹിതം കിട്ടും. ആ ഡെമോ ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫൗണ്ടേഷൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടുന്നതാണ്. സോ ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക, പരീക്ഷ കഴിയുന്നത് വരെ തീവ്രമായിട്ടുള്ള പരിശീലനം നേടാൻ ബാച്ചിന്റെ ഭാഗമാവുക. ഓൾ ദി ബെസ്റ്റ്.